സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് ഷഹീന്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പുതിയ SCRT-യിലെ ഫിസിക്സിലെ 8ാമത്തെ ചാപ്റ്ററായ ശബ്ദം എന്നുള്ളതാണ്. വളരെ ലളിതമായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണെങ്കിലും ഇതിനെ വേണ്ട പോലെ നമ്മൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു മാർക്ക് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് അതിന്റെ ക്ലാസ്സിലേക്ക് കടക്കാം. ഈ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. പെൻസിൽ ബോക്സ്, റബ്ബർ ബാൻഡ്, പെൻസിലുകൾ ഉപയോഗിച്ച് ശബ്ദം ഉണ്ടാക്കാൻ നമുക്ക് കഴിയുമല്ലോ. അപ്പൊ റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് ശബ്ദം ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പൊ ശബ്ദം കേൾക്കുന്നുണ്ടോ ചോദിക്കുന്നുണ്ട്. യെസ്, തീർച്ചയായിട്ടും ശബ്ദം കേൾക്കും. റബ്ബർ ബാൻഡ് ഏത് തരം ചലനത്തിലാണ്? കമ്പനം ചലനത്തിലാണ്. റബ്ബർ ബാൻഡ് ഏത് തരത്തിൽ ചലനത്തിലാണെന്ന് ചോദിച്ചാൽ ഉത്തരം കമ്പനമാണ്. PSC ഒരു ചോദ്യം ഇങ്ങനെ തന്നെ ചോദിക്കാം. റബ്ബർ ബാൻഡ് ഏത് തരത്തിലാണ് ചലനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കമ്പനം എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഓല PP കൊടുക്കുന്നുണ്ട്, പേപ്പർ വിസിൽ കൊടുക്കുന്നുണ്ട്, ചിരട്ട വീണ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കുട്ടിക്കാലത്തും ഉണ്ടാക്കി കളിച്ചിരുന്നതൊക്കെയാണ്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ടൂണിഫോർക്കിനെ കുറിച്ചിട്ടുള്ളതാണ്. ടൂണിഫോർക്കൊക്കെ ഇപ്പൊ നമുക്ക് +2 സയൻസ് ഒക്കെ പഠിച്ചവർക്ക് അറിയായിരിക്കും ഈ ടൂണിഫോർക്കിനൊക്കെ കുറിച്ചിട്ട്. അതല്ലാത്തവർക്കുള്ളത് ടൂണിഫോർക്കിന് ഇങ്ങനെ ഒരു ആകൃതിയിലുള്ള ഒരു സംഭവമാണ് അത്. അപ്പൊ ഈ പിക്ചറിൽ ചിത്രം 8.4 ആ കുട്ടിന്റെ കയ്യിലുള്ളത് ഒരു ടൂണിഫോർക്കാണ്. അപ്പൊ ടൂണിഫോർക്കിന് ഇത്ര പ്രത്യേക ഒരു ഫ്രീക്വൻസി ഉണ്ടാവും. ഇത്ര ഫ്രീക്വൻസിയിൽ ആ നിശ്ചിത ഫ്രീക്വൻസിയിലായിരിക്കും അത് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ചിലത് 512 ആകാം, ചിലത് 484 ആകാം, 454 ആകാം. പൊതുവെ നമ്മളെ ഫിസിക്സ് ലാബുകളിലൊക്കെ നമുക്ക് തരാം 512ന്റെ ഒരു ഇതാണ് നമുക്ക് തരവ്. അപ്പൊ ടൂണിഫോർക്കിന്റെ ഒരു 0-ൽ റബ്ബർ ചുറ്റി കൊണ്ട് അടിച്ച് ഉത്തേജിപ്പിക്കുക. ഉത്തേജിപ്പിച്ച ഫോർക്കിന് ചെവിയുടെ സമീപത്തേക്ക് കൊണ്ടുവരിക. ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ ശബ്ദം കേൾക്കാൻ കഴിയും. ഇനി ടൂണിഫോർക്കിന്റെ ഭുജങ്ങൾ കമ്പനം ചെയ്യുന്നതായി അനുഭവപ്പെടുന്നില്ലേ? അനുഭവപ്പെടുന്നുണ്ട്. ടൂണിഫോർക്കിന്റെ ആ ഒരു അറ്റത്തുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അതിങ്ങനെ കമ്പനം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നിശ്ചിത ഫ്രീക്വൻസിയിലായിരിക്കും അത് ചെയ്യുന്നുണ്ടാവുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 512, 484 അങ്ങനെ നിശ്ചിത ഫ്രീക്വൻസിയിലായിരിക്കും അത് ചെയ്യുന്നുണ്ടാവുക. ഇനി അടുത്തതാണ് ആ ടൂണിഫോർക്ക് ഒരു ബീക്കറിൽ വെക്കുകയാണ്. ബീക്കറിൽ വെക്കുമ്പോൾ ആ വെള്ളം ഇങ്ങനെ ഇതാവുന്നുണ്ട്. അപ്പൊ വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാക്കുന്നത് എന്നൊരു പ്രസ്താവനയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ടൂണിഫോർക്ക് നമ്മൾ പോയിട്ട് ഒരു ബീക്കറിൽ വെക്കും. അപ്പൊ ബീക്കറിൽ വെക്കുമ്പോൾ എന്തായി? ആ വെള്ളം ഇങ്ങനെ ഇതാവും, തെറിച്ചുകൊണ്ടിരിക്കും. അപ്പൊ വസ്തുക്കളുടെ കമ്പനം മൂലമാണ് എന്തുണ്ടാക്കുന്നത്? ശബ്ദം ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവനയിലേക്കാണ് ഇവിടെ എത്തുന്നത്. ഇനി ശബ്ദം ഉണ്ടാക്കുന്ന വസ്തുക്കളാണ് ശബ്ദ സ്രോതസ്സുകൾ. അപ്പൊ ശബ്ദം ഉണ്ടാക്കുന്ന വസ്തുക്കളാണ് ശബ്ദ സ്രോതസ്സുകള്. ഇതൊന്നും നമ്മൾ അത്ര അധികം ആയിട്ട് ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. ആ മേലത്തെ ഒരു കോട്ടിങ് ഉണ്ടല്ലോ, അത് യെല്ലോ കളറിലുള്ളത്, അത് പഠിക്കണം. വസ്തുക്കളുടെ കമ്പന മൂലമാണ് ശബ്ദം ഉണ്ടാക്കുന്നത്. ഇനി അടുത്ത ശബ്ദ സ്രോതസ്സുകളുടെ ഉദാഹരണമാണ് ടൂണിഫോർക്ക്, സംഗീത ഉപകരണങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ അടുത്തത് നിങ്ങൾക്ക് പരിചിതമായ സംഗീത ഉപകരണങ്ങൾ ഓടക്കുഴല്, മൃദകം. അതിന്റെ ആവശ്യമൊന്നും നമുക്കില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചെന്നുള്ളൂ. ഇനി അടുത്ത സ്കൂളിൽ സംഗീതം കൂടിയും അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇനി ഈ ഒരു ബോക്സ് നമുക്ക് നോക്കാം. അത്ര വലിയ പ്രാധാന്യം ഇല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് വായിച്ച് നിങ്ങൾ പോകേണ്ടതാണ്. അപ്പൊ ഒരു സൈഡിൽ സംഗീത ഉപകരണങ്ങൾ തന്നിട്ടുണ്ട്, മറു സൈഡിൽ കമ്പനം ചെയ്ത് ശബ്ദം പുറപ്പെടുവിക്കുന്ന പ്രധാന ഭാഗം, അതായത് കമ്പനം ചെയ്ത് അത് പുറപ്പെടുവിക്കുന്ന പ്രധാന ഭാഗങ്ങൾ കുറിച്ചിട്ട് ഒരു സൈഡിലും, ഇനി അപ്പുറത്തെ സൈഡില് അതേത് ഭാഗങ്ങൾ തമ്മിൽ കമ്പനം ചെയ്തിട്ടാണ് ആ ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്നത്. അതായത് ഇപ്പൊ കമ്പികള് അതുപോലെ ഏതൊരു ഭാഗങ്ങൾ വെച്ചിട്ടാണ് എന്നുള്ളതാണ്. അപ്പൊ ജസ്റ്റ് നമുക്ക് നോക്കാം. ഒന്ന് വീണ, അത് കമ്പികളാണ്. അതായത് കമ്പനം ചെയ്യുന്ന പ്രധാന ഭാഗം എന്ന് പറയുന്നത് വീണയാണ്. അനുബന്ധമായി കമ്പനം ചെയ്യുന്ന ഭാഗങ്ങൾ ഒന്ന് വായു, പിന്നെ ചട്ടക്കൂട്. വായു, ചട്ടക്കൂട്. ഇത് ജസ്റ്റ് നമ്മളൊന്ന് വായിച്ചു പോയാൽ മതി, അത്ര ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമല്ല. പക്ഷെ SCRT പറഞ്ഞത് കൊണ്ട് നമ്മളത് ക്ലാസ് എടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് വയലിൻ. വയലിൻ എന്നിട്ട് ഇതുപോലെ തന്നെ കമ്പനം ചെയ്യുന്ന പ്രധാന ഭാഗം കമ്പികള്, അതിനനുബന്ധമായത് ഏതാ? വായു, ചട്ടക്കൂട്. ഇനി അടുത്ത് ഇലത്താളം. ഇലത്താളം ഏതാ? ലോഹഭാഗമാണ് കമ്പനം ചെയ്യുന്നത്. അതിന് പ്രധാനം ചെയ്യുന്ന ഭാഗം എന്ന് വെച്ചാൽ വായുവാണ്. ഓക്കെ. ഇനി അടുത്തത് തബല. തബല ഏതാ വെച്ചാൽ തുകല്. തബല, തുകല്, തബല, തുകല്. അപ്പൊ അതിന് പ്രധാന കമ്പനം ചെയ്യുന്ന ഭാഗം എന്താണ്? ഒന്ന് വായുയൂപും, രണ്ട് ചട്ടക്കൂടും. ഒന്ന് വായുയൂപും, രണ്ട് ചട്ടക്കൂടും.
ഇനി അടുത്തത് ഹാർമോണിയാണ്. ഹാർമോണിയം റീഡുകളാണ്, അതുപോലെ തന്നെ വായു ചട്ടക്കൂടമാണ്. ഇനി അടുത്തത് ചെണ്ടയാണ്. ചെണ്ട ഏതാണ്? തുകല്. ചെണ്ട ഏതാണ്? തുകല്. നമ്മൾ നേരത്തെ പറഞ്ഞു തബല ഏതാണ്? തുകല്. അപ്പൊ ഇവിടെ മരം കൊണ്ടുണ്ടാക്കിയ ചട്ടക്കൂട്, പിന്നെ ചെണ്ടക്കുള്ളൊരു വായുരൂപം. അപ്പൊ അതിൽ ഒന്ന് ഏതാന്ന് വെച്ചാലും മരം കൊണ്ടുണ്ടാക്കിയ ചട്ടക്കൂടാണ്. രണ്ട് ഏതാന്ന് വെച്ചാലോ ചെണ്ടക്കുള്ളൊരു വായുരൂപമാണ്. അപ്പൊ ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത്, ഇത് പട്ടിക 8.1 എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഏതായാലും ചോദിക്കൊന്നുമില്ല, പക്ഷെ നമ്മൾ SCRT ഉള്ളത് കൊണ്ട് പരിഗണിക്കണം. ഓരോ ശബ്ദ സ്രോതസ്സിലും കമ്പനി ചെയ്യുന്ന പ്രധാന ഭാഗം ഉണ്ടായിരിക്കും. ഒരു ശബ്ദ സ്രോതസ്സിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദ സ്രോതസ്സിന്റെ പല ഭാഗങ്ങളുടെ കമ്പനങ്ങളുടെയും ചുറ്റുമുള്ള വായുവിന്റെ കമ്പനങ്ങളുടെയും പരിണത ഫലമായിട്ടാണ് നമുക്കിത് കാണുന്നത്. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതായത് ഒരു ഇൻസ്ട്രുമെന്റിന്റെ ഒരു ഭാഗം കമ്പനം ചെയ്യുമ്പോൾ അതിന്റെ പല പരിണിത ഫലങ്ങൾ കൊണ്ടിട്ടാണ് എന്തുണ്ടാക്കുന്നത്, നമുക്ക് ഊർജ്ജം, ശബ്ദം എന്ന ഊർജ്ജം നമുക്ക് കിട്ടുന്നത്. മറ്റേത് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാനുള്ളൂ. സംഗീതോപകരണത്തിൽ നിന്ന് ശബ്ദം കൊണ്ട് മുമ്പമാക്കുന്ന ശബ്ദ തീവ്രത വർദ്ധിപ്പിക്കാനും പ്രധാന ഭാഗത്തിന് അനുബന്ധം കമ്പനം സഹായിക്കും എന്നുള്ളതാണ്. അത് ജസ്റ്റ് ആണ്. സംഗീതോപകരണങ്ങളിൽ ഓരോ ഭാഗത്തിന് ഓരോ പ്രാധാന്യം ഉണ്ടല്ലോ. അപ്പൊ അതിനെങ്ങനെയൊക്കെ നമ്മൾ അത് ഉപയോഗിക്കുന്നു, അതിനനുസരിച്ച് അതിന്റെ ശബ്ദം കൂടും കുറയും ഒക്കെ ചെയ്യും. മെയിനായിട്ട് കമ്പനം എന്നൊരു ഇതാണ് ഇവിടെ സങ്കല്പം കൊടുക്കുന്നത്. ഇനി അടുത്താണ് ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ട്. അതായത് നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ്, ഏതൊക്കെ ഭാഗങ്ങളാണ് കമ്പനം ചെയ്യുന്നതും എന്നൊക്കെയുള്ള ഒരു ഇതാണ്, ഇവിടെ നിന്നൊക്കെയാണ് ശബ്ദം വരുന്നത് എന്നൊക്കെ ഉള്ളതാണ്. അപ്പൊ ശ്വാസനാളത്തിന്റെ മുകൾ ഭാഗത്തുള്ള സ്വനപേടകത്തിലെ ഒന്നെങ്കിൽ വോയിസ് ബോക്സ് എന്ന് പറയുന്നു, സ്വനതന്തക്കൾ കമ്പനം ചെയ്യുമ്പോഴാണ് ശബ്ദം ഉണ്ടാകുന്നത്. അതായത് നമ്മളിതൊക്കെ ശ്വാസനാളത്തിന്റെ ഒരു മുകൾ ഭാഗത്തിലുള്ള സ്വനപേടകത്തിൽ ഒന്നെങ്കിൽ ലറൈനക്സ് എന്ന് പറയും, അല്ലെങ്കിൽ വോയിസ് ബോക്സ് എന്ന് പറയും. അവിടെ ഉള്ള സ്വനതന്തക്കൾ വോക്കൽ കോഡ്സ് കമ്പനം ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, ശബ്ദം ഉണ്ടാകുന്നത്. അപ്പോ ജസ്റ്റ് നോക്കിക്കോ, ശ്വാസനാളത്തിന്റെ മുകൾ ഭാഗത്തുള്ള, അപ്പോ അവിടെ ഒരു ഇതുണ്ടോ, ലൈനക്സ് അല്ലെങ്കിൽ ഒരു വോയിസ് ബോക്സ് ഉണ്ടോ. അവിടെ ഉള്ള സ്വനതന്തക്കൾ ഒന്നെങ്കിൽ വോക്കൽ കോഡ്സ് കമ്പനം ചെയ്യുമ്പോൾ എന്താണ് ശബ്ദം ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് എങ്ങനെയാണ്, ഈ ഒരു ശബ്ദം നമ്മളെല്ലാരും അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇനി കമ്പനം ചെയ്യുമ്പോൾ സാധ്യതയുള്ള, ഇത് ജസ്റ്റ് നോക്കിയാൽ മതി. ഇതൊക്കെ കൂടുതൽ കുട്ടികൾക്കാണുള്ളത് ഇതൊക്കെ പൂരിപ്പിക്കാൻ, പക്ഷെ എന്നാലും നമുക്ക് നോക്കണം. കമ്പനം ചെയ്യാൻ സാധ്യതയുള്ള അനുബന്ധ ഭാഗങ്ങൾ ലിസ്റ്റ് ചെയ്യുക. ഒന്ന് പേശികള്, രണ്ട് ചുണ്ടുകള്, പിന്നെ അതുപോലെ തന്നെ നാവ്. ഇതിനുള്ളിലൊക്കെ കമ്പനി ചെയ്യുമ്പോഴാണ് ഇത്ര ഒരു വലിയ ശബ്ദം പുറത്തേക്ക് വരുന്നത്. അത് നല്ല ശബ്ദമാണെങ്കിലും ഒച്ചത്തിലുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ മൃദുവായിട്ടുള്ളതൊക്കെ എങ്ങനെ വരുന്നതാണ്, നമ്മളെ പേശികൾ, അതുപോലെ തന്നെ വോക്കൽ കോഡ്സ്, പിന്നെ ചുണ്ട്, നാവ്, ഇതിന്റെ ഉള്ളിലൊക്കെ ഈ കമ്പനി ചെയ്തിട്ടാണ് ഇതിന്റെ പുറത്തേക്ക് വരുന്നത് കേട്ടോ. ഇനി അടുത്തത് ഇനി ഈ ഒരു പട്ടിക ഇത് നമ്മൾ പഴയ SCRT യിലുണ്ട്, പുതിയ SCRT യിലുണ്ട്, സകലമായ റാങ്ക് ഫയലുകൾ ഉള്ള ഒരു ഇതാണ്. ഇത് വന്നിട്ടുണ്ട്, ഇത് പഠിക്കും വേണം. തീർച്ചയായിട്ടും ഇത് പഠിക്കേണ്ട ഒരു പട്ടികയാണ്. നിങ്ങളിത് സ്ക്രീൻഷോട്ട് എടുത്ത് ഇമ്പോർട്ടന്റ് ആക്കി ഒന്നെങ്കിൽ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു ഫോൾഡർ ഒക്കെ ആക്കി ഇത് തീർച്ചയായിട്ടും പഠിക്കേണ്ട ഒരു പട്ടികയാണ്. ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോ പരാമർശിച്ചിരിക്കുന്ന ജീവികൾ ശബ്ദം ഉണ്ടാക്കുമ്പോൾ അവിടെ ഏത് ശരീരഭാഗമാണ് പ്രധാനമായി കമ്പനം ചെയ്യുന്നത് വിവരിച്ച് ഇതാക്കുന്നുള്ളതാണ്. അപ്പൊ ഒന്ന് സൈഡിൽ ജീവികൾ തന്നിട്ടുണ്ട്, മറ്റത് കമ്പനം ചെയ്യുന്ന ഭാഗം എന്നുള്ളത്. ഒന്ന് തേനീച്ച, ചിറക്. തേനീച്ചത് ഏതാണ്? ചിറക്. നമ്മൾ കണ്ടില്ലേ, സൂ ആണ് ശബ്ദം ഉണ്ടാക്കുന്നത്. അതുള്ളൂ തേനീച്ച, ചിറക്. രണ്ടാന, സ്വനതന്തു. സ്വനതന്തു നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് വോക്കൽ കോഡ്സ്. അതായത് നമുക്ക് മനുഷ്യന്മാർക്കുള്ള പോലെ തന്നെ. ഇനി അടുത്ത കൊതുക്, ചിറകാണ്. ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കാൻ കണ്ടിട്ടില്ല, അത്രയുള്ളൂ. കൊതുക്, ചിറക്. അപ്പൊ ചീവീടിന്റെ ഏതാണ്? ചിറക് തന്നെയാണ്. ഇനി അടുത്ത കുയിലേതാ? സ്വനതന്തു. വോക്കൽ കോഡ്. അപ്പൊ ജസ്റ്റ് നോക്കിയാൽ മതി. ഇതൊക്കെ നമുക്കൊരു ലോജിക്കിൽ വെച്ച് ചെയ്യാവുന്നതുള്ളൂ. പക്ഷെ എന്താ വെച്ചാല് ഈ പരീക്ഷയിൽ ഈ ഒരുപാട് ഓപ്ഷൻസ് കാണും. ആ സമയത്ത് ഭയങ്കര പ്രഷറായിരിക്കും. അപ്പൊ നമുക്ക് ഈ ചിറകും സ്വനതന്തും ഒക്കെ നമുക്ക് ഒരുമിച്ചായി തോന്നും. അപ്പൊ തേനീച്ച എന്ന് പറയുന്നത് ഏതാണ്? ചിറകാണ്. അതിന്റെ കമ്പനം ചെയ്യുന്ന ഭാഗമാണ് ചിറകാണ്. സിമ്പിൾ ആണ്. അപ്പൊ ഇത് ഈ ഒരു ക്ലാസ് കഴിയുന്നതോട് കൂടിയിട്ട് നമുക്ക് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പൊ തേനീച്ച എന്ന് പറയുന്നത് ചിറകാണ്. ആന എന്ന് പറയുന്നത് ഏതാണ്? സ്വനതന്തുവാണ്. ഇനി കൊതുകിന്റെ ഏതാണ്? ചിറകാണ്. ചീവീടിന്റെ ഏതാണ്? ചിറകാണ്. പിന്നെ കുയിൽ ഏതാന്ന് വെച്ചാൽ സ്വനതന്തുവാണ് കേട്ടോ. ഒന്ന് ജസ്റ്റ് നോക്കിക്കോ, അതൊക്കെ ലോജിക്കൽ നമുക്ക് ചെയ്യുന്നതാണ്. പക്ഷെ എന്നാലും പരീക്ഷയിൽ നമുക്ക് അറിയാലോ എന്താ അവസ്ഥ എന്നുള്ളത്. ഇനി അടുത്തതാണ് ശബ്ദപ്രേഷണം. അപ്പൊ ചിത്രത്തിൽ കാണുന്നത് പോലെ പ്ലാസ്റ്റിക് ട്യൂബ് ഘടിപ്പിച്ച് സുതാര്യമായി ഗ്ലാസ് കണ്ടെയ്നറിനുള്ളിൽ ബാറ്ററിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന
ബ്ലസർ തൂക്കിയിട്ട ശേഷം കണ്ടെയ്നർ അടയ്ക്കുക. ശബ്ദം കേൾക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും കഴിയും. അവിടെ എന്താ, അവിടെ എയർ ഉള്ളത് കൊണ്ട് എന്ന രീതിയിലേക്കാണ് ഇത് എത്തുന്നത്. അത് എത്തിക്കാം. ഓക്കെ. ഇനി കണ്ടെയ്നറിൽ ഘടിപ്പിച്ചിരിക്കുന്ന ട്യൂബിലൂടെ കണ്ടെയ്നറിൽ വായുവിനെ വായകത്തേക്ക് വലിച്ചെടുക്കുക. ശബ്ദം കുറയുന്നതായി അനുഭവപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും അനുഭവപ്പെടും. കാരണം എന്താണ്, അവിടെ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ അവിടെ എയർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എയർ കുറഞ്ഞിരിക്കുമ്പോൾ അത് കുറയണ അനുസരിച്ച് ശബ്ദം കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അവസാനം ഇതിലേക്ക് എത്തുകയാണ്. അതായത് ശബ്ദം എന്ന് പറയുന്ന ഈ ഒരു ഊർജ്ജ സ്രോതസ് എവിടെ സഞ്ചരിക്കില്ല? വാക്കത്തിൽ സഞ്ചരിക്കുകയില്ല. ശബ്ദത്തിന് എന്ത് വേണം? വായുവെങ്കിലും വേണം. ഓക്കെ. അപ്പൊ ഈ ശബ്ദം എന്ന് പറയുന്നത് എന്തിൽ സഞ്ചരിക്കില്ല? വാക്കത്തിൽ സഞ്ചരിക്കുകയില്ല എന്ന് പറയുന്നിടത്താണ് നമ്മളിത് എത്തുന്നത്. നമ്മൾ ചാപ്റ്റർ തുടങ്ങുമ്പോൾ ആ ശബ്ദം എന്ന് പറഞ്ഞ ഹെഡിങ്ങിൽ നമ്മൾ ഒരു എക്സ്പെരിമെന്റ് തുടക്കത്തിൽ പറയുന്നുണ്ട്. അവിടെ എന്താണ്, എന്തുകൊണ്ട് ആ കുട്ടിക്ക് ആ ശബ്ദം കേൾക്കാത്തത്? ആ ഒരു ബീക്കർ എന്ന് പറയുന്നത് അവിടെ വാക്കായിരുന്നു. വാക്കത്തിൽ എന്ത് കേൾക്കില്ല? ശബ്ദം കേൾക്കുകയില്ല. ഓക്കെ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തു. അപ്പൊ അതിന് തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ്. പിന്നെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ കൂട്ടുകാരിലൊക്കെ ഷെയർ ചെയ്യുക. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് അപ്പോൾ ബെല്ലൈക്കൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ ഇനി വരാനിരിക്കുന്ന ഒരുപാട് എക്സാമുകൾ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ സാധിക്കട്ടെ. ശബ്ദം വായിലൂടെ മാത്രമാണോ സഞ്ചരിക്കുന്നത്? ഒരിക്കലുമല്ല. ശബ്ദം എന്തിലൂടെ? ഖരത്തിലൂടെയും ദ്രാവകത്തിലൂടെയും വാതകത്തിലൂടെ ഒക്കെ നമുക്ക് ശബ്ദം സഞ്ചരിക്കും കേട്ടോ. അപ്പൊ കുട്ടികളുടെ ഡെസ്കിൽ ചെവി അമർത്തി വെച്ച ശേഷം മറ്റൊരു ടൂണിഫോർക്ക് കമ്പനി ചെയ്യിച്ച് അതിന്റെ മറ്റേ അറ്റത്തെ ഡെസ്കിൽ അമർത്താണ്. അപ്പൊ സ്വാഭാവികം എന്ത് കേൾക്കും? ശബ്ദം കേൾക്കും. ഇപ്പൊ അവിടെ ഒരു ആൺകുട്ടി ആ അറ്റത്ത് ഇത് വെച്ചോണ്ടിരിക്കാണ്, ടൂണിഫോർക്ക് വെക്കാണ്. അപ്പൊ ആ ടൂണിഫോർക്ക് ഞാൻ പറഞ്ഞല്ലോ ഇത്ര ഒരു ഫ്രീക്വൻസി ഉണ്ടാവും. അപ്പൊ ഇപ്പോഴത്തെ 3 പെൺകുട്ടികൾ നോക്കണം, സ്വാഭാവികം എന്ത് കേൾക്കും? ശബ്ദം എത്തും. അപ്പൊ ഇവിടെ നമ്മളൊരു ഇതിലേക്ക് എത്തുകയാണ്. ശബ്ദം ഖരവസ്തുക്കളിലൂടെ സഞ്ചരിക്കും എന്ന രീതിയിലേക്ക് നമ്മൾ എത്തുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് സിമ്പിളാണ്. ശൂന്യതയിൽ സഞ്ചരിക്കില്ല, മറ്റേ ഖരവസ്തുവിൽ സഞ്ചരിക്കും. ഓക്കെ. ഒരു ബക്കറ്റിൽ ജലം എടുക്കുക. ജലത്തിനുള്ളിൽ സ്റ്റീൽ പാത്രം പിടിച്ച് അതിനെ സ്പൂൺ കൊണ്ട് തട്ടി നോക്കുക. ഓക്കെ. അങ്ങനെ തട്ടി നോക്കുമ്പോ എന്തുണ്ടാവുക? സ്വാഭാവികമായിട്ട് എന്ത് ശബ്ദം കേൾക്കും. ഓക്കെ. അപ്പൊ ശബ്ദം ഇവിടെ നമ്മൾ സ്റ്റേറ്റ്മെന്റിൽ എത്താണ്. ശബ്ദം വാതകങ്ങളിലൂടെ മാത്രമല്ല ദ്രാവകങ്ങളിലൂടെയും ഖരവസ്തുക്കളിലൂടെയും സഞ്ചരിക്കാൻ സാധിക്കും. ശബ്ദ പ്രശ്നത്തിന് മാധ്യമം ആവശ്യമാണ്. അത്രക്കുള്ളത്. സിമ്പിൾ ആയിട്ട് ഖരത്തിലൂടെയും ദ്രാവകത്തിലൂടെയും വാതകത്തിലും ഒക്കെ എന്ത് ചെയ്യും? ശബ്ദം സഞ്ചരിക്കും. അതിനെ ഒക്കെ സഞ്ചരിക്കും. പക്ഷെ അതിന് എന്ത് വേണം? ഒരു മാധ്യമം വേണം. ശൂന്യതയിൽ ഒഴിച്ച് ബാക്കി എന്തിലും അത് പോകും. ഇനി അടുത്ത് 2-3 ജീവികളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഒന്ന് പാമ്പ്, ഒന്ന് ഡോൾഫിൻ എന്നൊക്കെ വെച്ചിട്ടാണ്. അപ്പൊ പാമ്പ് ഇര പിടിക്കാനും ആത്മരക്ഷയ്ക്കുമായി തടയിലൂടെ ശബ്ദ പ്രയോജനപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഡോൾഫിൻ, തിമിംഗലം തുടങ്ങിയ ജലജീവികൾ അവരുടെ ആശയവിനിമയത്തിന് എന്ത് ചെയ്യുന്നു? ഈ ശബ്ദ പ്രശ്നം ഉപയോഗിക്കുന്നു. ഓക്കെ. ഒന്നും അത്രക്കില്ല, ജസ്റ്റ് ഒന്ന് നമ്മൾ വായിച്ചു നോക്കിയാൽ മതി. ഇനി അടുത്തത്, ബഹിരാകാശ സഞ്ചാരികൾ പരസ്പരം സംസാരിക്കാൻ റേഡിയോ സംവിധാനം ഉപയോഗിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ എന്തില്ല? അവിടെ എയർ ഇല്ല, അവിടെ ശൂന്യതയാണ്. അപ്പൊ അവിടെ സംസാരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കില്ല. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറയുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയുന്നത് പോലെ കേൾക്കില്ല. അപ്പൊ നമ്മൾ ഒരാൾ സംസാരിക്കുന്നത് പോലെ നമുക്കത് കേൾക്കില്ല. അവിടെ ശൂന്യതയാണ്. അപ്പൊ അവിടെ എന്ത് ഉപയോഗിക്കണം? ഇതുപോലെ തന്നെ റേഡിയോ സംവിധാനം ഉപയോഗിച്ച് കഴിഞ്ഞാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക. ഇനി അടുത്തത് ശബ്ദവേഗമാണ്. അതായത് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പഴയ SCERT-യിലുണ്ട്, ഇപ്പൊ തന്നെ പുതിയ SCERT-യിലുണ്ട്. കുറെ PYക്കിലും പെട്ട ഒരു ചോദ്യമാണിത്. അപ്പൊ നോക്കാം. ഒന്ന് ഖരം പദാർത്ഥത്തിന്റെ അവസ്ഥയാണ്. അലുമിനിയത്തിൽ എത്ര ശബ്ദവേഗത്തിലാണ് പോകുന്നത്? 6423. ഇനി അടുത്ത സ്റ്റീല് വരുമ്പോ എത്ര? 5944. നിങ്ങൾ ഏത് പഠിച്ചില്ലെങ്കിലും വേണ്ടിയില്ല, ഈ 2 പഠിച്ചിരിക്കണം. പിന്നെ അതുപോലെ തന്നെ അടിയിലുള്ള ശുദ്ധജലത്തിനും പഠിച്ചിരിക്കണം. ഇത് എവിടെയെങ്കിലും നോട്ടിലാ അല്ലെങ്കിൽ നിങ്ങൾ റൂമിലാ എവിടെന്ന് വെച്ചാൽ എഴുതി ഒട്ടിച്ചു വെച്ചോ. അപ്പൊ ഖരത്തിലെ അലുമിനിയത്തിൽ എത്ര? 6423. ഇനി അതന്നെ സ്റ്റീലിൽ വരികയാണ് എത്ര? 5944. തീർച്ചയായിട്ടും പഠിക്കേണ്ടതെന്നാണ്. ഇനി അടുത്ത ദ്രാവകം നോക്കുമ്പോൾ കടൽ ജലമുണ്ട്, ശുദ്ധജലമുണ്ട്. കടൽ ജലത്തിൽ എത്ര?
1525 കടൽ ജലത്തിലുള്ളത്. ഓക്കെ, അപ്പൊ കടൽ ജലത്തിലെ ശബ്ദം ഉണ്ടാക്കുന്നത് 1525 ശുദ്ധജലത്തിലാണെങ്കിലോ 1485 ആണ്. ഇനി അടുത്ത വാതകമാണ്. വാതകത്തിൽ കൂടുതൽ ഹീലിയാണ്. അത് കഴിഞ്ഞിട്ട് വായു ഉണ്ട്. അപ്പൊ വായു എത്ര? 347 ഹീലിയത്തിൽ 968. ഒന്ന് പറഞ്ഞു നോക്കി നോക്ക്. അപ്പൊ ഇതോടുകൂടി തീർന്നു. ആ ഒരു നിങ്ങൾക്ക് ഒരു പക്ഷെ ഒരു മാർക്കിനുള്ളതാണ് ഇതൊക്കെ. അപ്പൊ ഗര എന്ന് പറയുന്നത് അതിൻ്റെ അലുമിനിയാണ്. അലുമിനിയത്തിലൂടെ സഞ്ചരിക്കുന്ന എത്ര? 6423. ഇനി അടുത്ത സ്റ്റീലിൽ എത്ര? 5944. ഇനി അടുത്ത ദ്രാവകത്തിൽ ശുദ്ധജലത്തിൽ എത്ര സഞ്ചരിക്കണേ? 1485. ശുദ്ധജലത്തിൽ എത്രയെന്ന് വെച്ചാല് 1485. ഇനി അടുത്ത വാതകത്തിൽ എത്ര? വായു 347. ഈ ഈ മൂന്നാലെണ്ണം എടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ അത് വരാൻ ഒന്നുകൂടി സാധ്യത ഉണ്ട് എന്ന് കണ്ടിട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് ഇനി മറ്റൊരു സ്റ്റേറ്റ്മെന്റിലേക്ക് എത്താം. ഓക്കെ, ഇവിടെ നമുക്ക് മറ്റൊരു സ്റ്റേറ്റ്മെന്റിലേക്ക്. വ്യത്യസ്ത മാധ്യമങ്ങളിൽ ശബ്ദം വ്യത്യസ്തമാണെന്ന് മനസ്സിലായില്ലേ? അത് വ്യത്യസ്ത മാധ്യമങ്ങളിൽ ശബ്ദം വ്യത്യസ്തമാണ്. മാധ്യമങ്ങളുടെ താപനില വ്യത്യാസപ്പെടുമ്പോൾ അവരുള്ള ശബ്ദവേഗം വ്യത്യാസം ഉണ്ടാകുന്നു എന്നൊരു പ്രസ്താവനയിലൂടെ ഇവിടെ എത്തുകയാണ്. അപ്പൊ വ്യത്യസ്ത മാധ്യമങ്ങളിൽ എന്താണ് ശബ്ദവേഗ വ്യത്യാസമാണെന്നും മാധ്യമങ്ങളുടെ താപനില വ്യത്യസ്തമാകുമ്പോൾ അവിടെയും ശബ്ദവേഗം വ്യത്യാസം ഉണ്ടാകും എന്നതാണ് നമുക്കിവിടെ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ ചെറിയൊരു കണക്കുണ്ട്. ഒരു ചെറിയൊരു പ്രോബ്ലം ആണ്. അത് ഞാൻ വായിച്ചു തരാം. ഓക്കെ, രാത്രിയിൽ പടക്കം പൊട്ടുമ്പോഴുണ്ടായ വെളിച്ചം കൊണ്ട് 3 സെക്കൻഡ് ശേഷം അതിന് ശബ്ദം കേട്ടുവെങ്കിലും സ്ഫോടനം നടന്ന് എത്ര അകലെ ആയിരിക്കും? ഇവിടെ ശബ്ദവേഗം എന്ന് പറയുന്നത് 350 മീറ്റർ സെക്കൻഡ് ആണ്. ഇനി അടുത്തത്, വായുവിലെ പ്രകാശവേഗം വളരെ കൂടുതലാണ്. അതിനാൽ പടക്കം പൊട്ടുന്ന സന്ദർഭത്തിൽ തന്നെ അതിന്റെ വെളിച്ചം അകലെ നിൽക്കുന്ന ആൾക്ക് കാണാൻ കഴിയും. എന്നാൽ വായുവിലെ ശബ്ദവേഗം ഏകദേശം 350 മീറ്റർ സെക്കൻഡ് ആണ്. ഇതൊന്നുമില്ല, നമുക്കറിയാലോ ലൈറ്റ് പെട്ടെന്ന് സഞ്ചരിക്കും. ലൈറ്റിന് എന്ന് വെച്ചാൽ സ്പീഡ് കൂടുതലാണ്. അതിലും ഒക്കെ വളരെ സ്പീഡ് കുറവാണ് ഏതെന്ന് ശബ്ദം എന്ന് പറയുന്നത്. ഒരു പടക്കം പൊട്ടുമ്പോൾ നമ്മൾ ആദ്യം അകലിൽ നിന്ന് എന്താണ് കാണാം? ഒരു ലൈറ്റ് വരുന്നതാണ്. അതിനുശേഷം നമുക്ക് ശബ്ദം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഇടി വെട്ടുന്നത് ആദ്യം ലൈറ്റ് ആണ് വരിക, അതിനുശേഷം പിന്നീടാണ് ആ ഒരു ശബ്ദം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ജസ്റ്റ് ശബ്ദം സഞ്ചരിച്ച ദൂരം ഈസിക്കൽ ടു ശബ്ദം വേഗം ഇൻറ്റു സമയം. അപ്പൊ ഇതിൽ ശബ്ദം വേഗം കൊടുത്തിട്ടുണ്ട് 300 മീറ്റർ സെക്കൻഡ് ഇൻറ്റു 3 കൊടുത്ത് 1050 മീറ്റർ ആണ്. ഇതിന്റെ ഇക്വേഷൻ എന്താ വെച്ചാല് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. സിമ്പിൾ ആണ് അതിന്റെ ഇത്. സ്പീഡ് ഈസിക്കൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ പറയുന്ന സ്പീഡ് ഇപ്പോഴത്തെ കൊണ്ടുവരണം. അപ്പൊ സമയം സിമ്പിൾ ആയിട്ട് കിട്ടുന്ന ഒരു ഇതാണ്. ഇത്രയുള്ള സ്പീഡ് ഈസിക്കൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പോഴത്തേക്കാണ് ഈ ഒരു ഇതുണ്ടല്ലോ ടൈമിനെ മേലേക്ക് കൊണ്ടുവരണം. അപ്പൊ എന്ത് കിട്ടും? ഡിസ്റ്റൻസ് ഈസിക്കൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്നൊരു ഇക്വേഷൻ വെച്ചിട്ടാണ് ഇവിടെ അത് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇനി അടുത്താണ് ചെവിയും ശ്രവണവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗത്തേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ഒക്കെ നമ്മൾ കഴിഞ്ഞു. ഇനി 2 അഗ്രം പ്ലാസ്റ്റിക്, ഇതിന്റെ ആവശ്യമൊന്നും നമുക്കില്ല. ഇനി നമുക്ക് ഇവിടേക്കാണ് നമ്മൾ എത്തുന്നത്. ചെവിയിൽ എങ്ങനെയാണ് ശബ്ദം? ചെവിയിൽ ഇത്തരത്തിൽ കമ്പനം ചെയ്യാൻ സാധിക്കുന്നതാണ് കർണപടം. ചെവിയിൽ ഇത്തരത്തിൽ കമ്പനം ചെയ്യാൻ സാധിക്കുന്നതാണ് കർണപടം. ഈ കമ്പനം ചെയ്യുന്ന വസ്തുക്കൾ അതിന്റെ ചുറ്റുമുള്ള വായുവിൽ ദ്രുതഗതിയിൽ മർദ്ദവ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നു. ഈ മർദ്ദവ്യതിയാനിൽ മാധ്യമത്തിലൂടെ സഞ്ചരിച്ച് കർണപടത്തെ കമ്പനത്തിന് വിധേയമാക്കുന്നു. കർണപടം ആന്തരകർണത്തിലേക്ക് കമ്പനം അയക്കുന്നു. അവിടെ നിന്ന് സിഗ്നൽ തലച്ചോറിൽ എത്തുമ്പോഴാണ് നമുക്ക് എന്ത് ശബ്ദം അനുഭവപ്പെടുന്നത്. ഇത്രയുള്ളൂ. നമ്മൾ പറയും ഈ പെൻസിലോ അല്ലെങ്കിൽ എന്ത് ചെയ്യരുത്, ഇതുപോലെ തന്നെ കൂർത്ത മാനങ്ങളൊന്നും നമ്മൾ ചെവിട്ടിലിടരുത് പറയും. കാരണം എന്താ? കർണപടം അടിച്ചു പോകുന്നു പറയും. അപ്പൊ ഈ കർണപടം എന്ത് ചെയ്യും? കമ്പനം ചെയ്യും. ഈ കമ്പനം ചെയ്യുന്ന സിഗ്നൽ നമ്മളെ തലച്ചോറിലേക്ക് എത്തിച്ചിട്ടാണ് നമുക്ക് എന്ത് കേൾക്കുന്നത്? ശബ്ദം കേൾക്കുന്നത് എന്നതിലേക്കാണ് ഇവിടെ എത്തുന്നത്. പിന്നെ ഇവിടെ അടിയിൽ കുറച്ചൊരു പ്രധാനപ്പെട്ടത്, ശബ്ദം നമുക്ക് അനുഭവപ്പെടെങ്കിൽ എന്ത് വേണം? ഒന്ന് ശബ്ദ സ്രോതസ് വേണം. ഒരു സ്രോതസ് എന്ന് വേണ്ടേ? 2 എന്ത് വേണം? മാധ്യമ വേണം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ശൂന്യത്തിലൂടെ എന്ത് സഞ്ചരിക്കില്ല? ശബ്ദം സഞ്ചരിക്കുന്നില്ല എന്നുള്ളത്. പിന്നെ അടുത്ത ശ്രവണേന്ദ്രിയം വേണം. ഇതിനൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യാനൊരു സംഭവം വേണ്ടേ? അതാണ്. ഇനി അടുത്തത് ഇവിടെ ഒരു ചെറിയൊരു ഇത് കൊടുക്കുന്നുണ്ട്. ഇത് കംപ്രഷൻ ആൻഡ് രാരിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത്
ഈ ഒരു ടൂണിഫ്ലോക്ക് അളയുമ്പോൾ അതിന്റെ ഒരു ഇതാണത്. അപ്പൊ മർദ്ദം കൂടിയ മേഖലയാണ് കംപ്രഷൻ എന്ന് പറയുന്നത്, മർദ്ദം കുറഞ്ഞ മേഖലയാണ് രാരിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കമ്പനം നമ്മളെ കർണനാളത്തിലെത്തും, ശേഷം കർണപടത്തിലെത്തി സിഗ്നലിക്ക് രൂപത്തിലേക്ക് എത്തുന്നത്. ഇതിന്റെ ഒരു ബയോളജിക്കലായിട്ട് നമുക്ക് ബയോളജിയിൽ പഠിക്കാനുണ്ട്, അതെല്ലാവരും പഠിച്ചു പോകേണ്ടതാണ്. ഇവിടെ നമുക്ക് ജസ്റ്റ് ആ ഒരു കർണപടം കമ്പനം ചെയ്തുകൊണ്ട് അതിന്റെ സിഗ്നൽ തലച്ചോറിലേക്ക് എത്തുമ്പോഴാണ് ശബ്ദം എന്ന് പറയുന്ന ഉച്ചസ്രോതസ് നമുക്ക് ശ്രവിക്കാൻ കഴിയുന്നത് എന്ന് നമുക്ക് പഠിക്കുക. അതെ, ഇനി ഇവിടെ ഈ ഒരു കോട്ടിങ് തീർച്ചയായിട്ടും വേണ്ടതാണ് കേട്ടോ. മാർച്ച് 3 ലോക ശ്രവണ ദിനം. ഓക്കെ, മാർച്ച് 3 എന്താണ്? ലോക ശ്രവണ ദിനം. തീർച്ചയായിട്ടും എഴുതി വെച്ചോ. ഇത് ആദ്യകാലത്ത് അങ്ങനെ PYQ-ലൊന്നും കണ്ടിട്ടില്ല എന്നതാണ് ഒരു ഓർമ്മ. എന്നാലും നോക്കിക്കോ, മാർച്ച് 3 ലോക ശ്രവണ ദിനം. മാർച്ച് 3 ലോക ശ്രവണ ദിനം. ഇനി ഇവിടെ ഹെല്ലൻ കല്ലറിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. നമ്മള് ചെറുപ്പം മുതൽ കേട്ടിട്ടുള്ള ഒരു പേരാണ് എന്ത്? ഹെല്ലൻ കല്ലർ എന്ന് പറയുന്നത്. 1880 ജൂൺ 27 അമേരിക്കയിലാണ് ആര് ജനിക്കുന്നത്? ഹെല്ലൻ കല്ലർ ജനിക്കുന്നത്. കാഴ്ചകളുടെയും ശബ്ദങ്ങളുടെയും ലോകത്ത് നിന്ന് പൊടുന്ന തന്നെ ഇരുട്ടിന്റെയും നിശബ്ദയുടെ ലോകത്തേക്ക് എടുത്തെറിയപ്പെട്ട പെൺകുട്ടിയാണ് ഹെല്ലൻ കല്ലർ. ഇനി 19 മാസം പ്രായമുള്ളപ്പോൾ കാഴ്ചയും കേൾവിശക്തിയും നഷ്ടപ്പെടാണ് ഈ ഹെല്ലൻ കല്ലറ്. ശേഷം അവരുടെ ഒരു കഠിനാധ്വാനം കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും ഒരു സാഹിത്യ, സാമൂഹ്യ പ്രവർത്തന, അധ്യാപനം എന്നീ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മനുഷ്യരാശിക്ക് മുഴുവൻ അതിജീവനത്തിന്റെ അത്ഭുതവിളക്കായി മാറിയ പ്രതിഭയാണ് ഹെല്ലൻ കല്ലർ. ഹെല്ലൻ കല്ലറുടെ ആത്മകഥയാണ് ദി സ്റ്റോറി ഓഫ് മൈ ലൈഫ്. അത് തീർച്ചയായിട്ടും പഠിച്ചോ. 1880 ജൂൺ 27 ഹെല്ലൻ കല്ലർ അങ്ങ് അമേരിക്കയിൽ ജനിക്കുകയാണ്. അവരുടെ എഴുതിയ ബുക്കാണ് ദി സ്റ്റോറി ഓഫ് മൈ ലൈഫ്. അവരുടെ ആത്മകഥയാണ് ദി സ്റ്റോറി ഓഫ് മൈ ലൈഫ്. ഞാൻ ജസ്റ്റ് നമുക്ക് ഒരു ടാസ്ക് പോലെ തരാണ്, നിങ്ങൾ അത് കമന്റ് ബോക്സിലൂടെ എഴുതിക്കോ. ഹിറ്റ്ലറുടെ, അതായത് ജർമ്മനിയിലെ അധികാരം ദുർവിനിയോഗം ചെയ്ത ഹിറ്റ്ലറുടെ ആത്മകഥയുടെ പേര് ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ എല്ലാവരും എഴുതിക്കോട്ടോ. ഒരുപാട് വട്ടം ചോദിച്ച ചോദ്യമാണ്, ഇനിയും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ഹിറ്റ്ലറുടെ ആത്മകഥയുടെ പേര് എന്തേതോ. അപ്പൊ നമുക്ക് ഇനി ക്ലാസ്സിലേക്ക് കടക്കാം. ഹെല്ലൻ കല്ലറുടെ ആത്മകഥയുടെ പേരാണ് ദി സ്റ്റോറി ഓഫ് മൈ ലൈഫ്. ദി സ്റ്റോറി ഓഫ് മൈ ലൈഫ്. മനുഷ്യരാശിക്ക് തന്നെ ഒരു ഇതാണ്, ഒരു മോട്ടിവേഷൻ ആണ് ആരെന്ന് പറയുന്നത്, ഈ ഒരു ഹെല്ലൻ കല്ലർ എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ഇമ്പമാണ്, ഇതിനൊക്കെ ഈ ഒരു മേഖലയ്ക്ക് പോവാണ്. ഏറ്റവും ഇമ്പമാർദ്ദ സംഗീത ലോകത്ത് കേൾപ്പിച്ച മിതവോൺ പ്രതികൂല ജീവിത സാഹചര്യങ്ങളിൽ പതറാതെ അഡ്മിനിസ്ട്രേഷൻ ഹെല്ലൻ കല്ലറിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. ഇനി അടുത്തത്, ഓഡിയോമീറ്റർ ഉപയോഗിച്ചുള്ള കേൾവി പരിശോധന കേൾവി കൊടുത്ത് സാധിക്കും. ഇവിടെ ചോദ്യം ഇതാണ്, കേൾവിയുടെ ഇത് നമുക്ക് ഒരു പരിശോധിക്കാൻ, കേൾവി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ഓഡിയോമീറ്റർ. കേൾവി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഇതിന്റെ പേരെന്താണെന്ന് വെച്ചാൽ ഓഡിയോമീറ്റർ. വസ്തുവിന്റെ പേരെന്താ വെച്ചാൽ ഓഡിയോമീറ്റർ. പഠിച്ചോട്ടോ. കേൾവി കുറവുള്ളവർക്ക് കേൾവി അനുഭവം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണമാണ് ശ്രവണ സഹായം. നമുക്ക് എല്ലാവർക്കും അത് അറിയുന്നതാണ്, ഒന്നെങ്കിൽ ഹിയറിംഗ് എയ്ഡ് എന്ന് പറയും. അപ്പൊ ഇവിടെ നോക്കണമെന്ന് വെച്ചാൽ ഈ ഒരു കേൾവിന്റെ ശക്തി എത്രത്തോളം നമുക്കുണ്ട് എന്നറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഓഡിയോ മീറ്റർ. ഇനി അടുത്ത് ചെവിയുടെയും സംരക്ഷണമാണ്. നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം, ഒന്ന് ചെവിട്ടില് കല്ലും മുള്ളൊന്നും ഇടരുത്. പിന്നെ വെച്ചാല് ശബ്ദമൊക്കെ പരമാവധി അടിച്ച് പോവുക, അതൊക്കെ മാന്യമര്യാദയൊക്കെ ആയിട്ട് പോവുക എന്ന രീതിക്കൊക്കെ ഉള്ളതാണ്. ഓക്കെ, അവിടെ ഒന്നും അത്രക്കില്ല. അതൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഇതാണ്. ഏറ്റവും കൂടുതൽ വേണ്ടത് വലിയവർക്കാണ്. സംഗീത ക്ലാസ്സിൽ കേൾക്കുന്ന ശ്രുതിമധുരമായ ശബ്ദവും ട്രാഫിക് പോയിന്റിലെ ശബ്ദവും താരതമ്യം ചെയ്യുക. സംഗീതത്തില് നമുക്ക് നല്ലൊരു ആസ്വദിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഇത് സംഗീതം കേൾക്കുന്നത്. ട്രാഫിക്കിലാണെങ്കിലോ നമ്മൾ നേരെ തിരിച്ചാണ്. അപ്പൊ അതിന് ജസ്റ്റ് ഒരു ഇത് കൂടെ കൊടുക്കുന്നുണ്ട്, ഇത് നന്നായി പഠിച്ചോളൂട്ടോ. ക്രമമായ കമ്പനത്തോടു കൂടി ഉണ്ടാക്കുന്ന കേൾക്കാൻ ഇമ്പമുള്ളമായ ശബ്ദമാണ് സംഗീതം എന്നുമുള്ളത്. ക്രമമായ കമ്പനത്തോടു കൂടി കേൾക്കാൻ ഇമ്പമുള്ള ശബ്ദമാണ് എന്ത്? സംഗീതം എന്ന് പറയുന്നത്. അത് ക്രമരഹിതമാണെങ്കിലോ അത് ഭയങ്കര അരോചകമായിരിക്കും. അതിന് പറയുന്നതാണ് ഒച്ച അല്ലെങ്കിൽ നോയ്സ് എന്ന് പറയുന്നത്. അവിടെ സിമ്പിൾ ആണ്, ഇങ്ങനെയാണ്. ക്രമമായ ഇമ്പത്തോടു കൂടി കേൾക്കാൻ ഉണ്ടാക്കുന്ന കമ്പനമാണ് എന്തെന്ന് ശബ്ദം എന്ന് പറഞ്ഞ്. അത് ഭയങ്കര ക്രമരഹിതമാണെങ്കിലോ ഭയങ്കര അരോചകമായിരിക്കും. അതാണ് നോയ്സ് അല്ലെങ്കിൽ ഒച്ച എന്ന് പറയുന്നത്. അതാണ് നമുക്ക് ഒരു സംഗീതം കേൾക്കുമ്പോൾ നമുക്ക് നല്ല ആസ്വദിക്കാൻ കഴിയുന്നതും. അതുപോലെ തന്നെ ട്രാഫിക്കുകളിലൊക്കെ പോകുമ്പോൾ ഈ ഹോണടി കേൾക്കുമ്പോൾ നമുക്ക് എന്ത്, അത് തലക്ക് നമുക്കൊരു വട്ടു പിടിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്.
ഇനി അടുത്തത് ശബ്ദ മലിനീകരണം കുറയ്ക്കാൻ. ഇനി ഖനികളിലെ നിർമ്മാണ മേഖലയിലും മറ്റ് ജോലി ചെയ്യുന്ന ചെവിയുടെ സംരക്ഷണത്തിനായി വെക്കുന്ന ഇയർ മഫ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഭയങ്കരമായിട്ട് ശബ്ദം വരുമ്പോൾ നമ്മളെ ചെവിക്കൊക്കെ അത് ശ്രവണ ഇത് കുറയും, നമുക്ക് കേൾവി കുറയും എന്നുള്ളതൊക്കെ നമ്മൾ ഇത്ര നേരം പറഞ്ഞ ക്ലാസ്സുകളിൽ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഇതുപോലത്തെ കനികളില്ല, അവരൊക്കെ പണിയെടുക്കണ സമയം 8 മണിക്കൂറോ 12 മണിക്കൂറോ ആ സമയം പണിയെടുക്കണത് മൊത്തം എന്താണ്, ഈ ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനൊരു സംരക്ഷണത്തിന് വേണ്ടി വെക്കുന്നതാണ് കനികളിലെ നിർമ്മാണ മേഖലയിലും മറ്റു ജോലി ചെയ്യുന്ന ചെവിയുടെ സംരക്ഷണം അദ്ദേഹം വെക്കുന്നതാണ് ഇയർ മഫ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ പവർ കൂടി യന്ത്രങ്ങൾ ഉപകരണങ്ങൾ ഇതുപോലൊക്കെ കർണ സംരക്ഷണത്തിനായി ഉപയോഗിക്കുന്നതാണ് ഇയർ പ്ലഗ് കേട്ടോ, ഇയർ പ്ലഗ്. അപ്പൊ ഇത് രണ്ടും നോക്കിയോ, ഒന്ന് ഇയർ മഫും രണ്ട് ഇയർ പ്ലഗും. കനികളിലൊക്കെ ആണെങ്കിൽ എന്താണ് ഇയർ മഫ് ആണ് കനികളിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് യന്ത്രങ്ങളിലൊക്കെ ആണെങ്കിൽ എന്താണ് ഇയർ പ്ലഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ വാഹനങ്ങളിൽ എയർ ഫോൺ ഉപയോഗിക്കരുത്. നമ്മൾ ഈ ഒരുപാട് റീൽസുകളിലും അതുപോലെ തന്നെ യൂട്യൂബ് ഷോർട്സുകളിലും കണ്ടിട്ടുണ്ടോ ഈ ഈ എയർ ഫോൺ, കൂടുതൽ ബസ്സുകാരും അങ്ങനത്തെ ഉള്ളവരൊക്കെയാണ് അത് ഉപയോഗിക്കുക. അപ്പൊ ഈ എയർ ഫോൺ ഉപയോഗിച്ച് MPD വന്നിട്ട് ഭയങ്കര പെനാൽറ്റി കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ റീൽസും ഷോർട്സും ഒക്കെ കണ്ടിട്ടുണ്ടോ, അതിൽ വീഡിയോ കണ്ടിട്ടോ. പിന്നെ തന്നെ വാഹനങ്ങളിൽ സൈലൻസർ ഒക്കെ ഭയങ്കര അരോചകത്തായി തോന്നുന്ന സംഭവമാണ് സൈലൻസർ. അത് വെക്കണോന് അത് വലിയ വിഷയമായിട്ടൊന്നും തോന്നൂല, പക്ഷെ അത് റോട്ടിൽ കൂടെ പോകുമ്പോഴും അവന് വലിയ വിഷയമായിട്ട് തോന്നൂല. പക്ഷെ ഇത് കേട്ട് നിൽക്കണം നമുക്കാണെങ്കിലോ ഭയങ്കര അരോചകത്വമായിട്ടാണ് നമുക്കത് തോന്നുന്നത്. അതുപോലെ തന്നെ ഹോൺ ടൈപ്പ് ലൗഡ് സ്പീക്കർക്ക് പകരം വെക്കുന്നതാണ് ബോക്സ് ടൈപ്പ് ലൗഡ് സ്പീക്കർ. ഹോൺ ടൈപ്പിന് പകരം ബോക്സ് ടൈപ്പ് വെക്കുന്നു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാവിലെ 6 മണിക്ക് മുമ്പും രാത്രി 10 മണിക്ക് ശേഷം എന്താണ് ഈ ലൗഡ് സ്പീക്കറൊക്കെ പൊതുവേദികളിൽ നിരോധിച്ചിട്ടുണ്ട്. ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, നിരോധിച്ചിട്ടുണ്ട് എന്നാണ് പറയണത്. നിരോധിക്കൽ ഒരു നിർദ്ദേശം തരാണ്, ഉപയോഗിക്കരുത് എന്നുള്ളതൊക്കെ. ഓക്കെ, റസൂൽ പൂക്കുട്ടിനെ കുറിച്ചിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് പറയണ്ടേ. കേരളത്തിലെ കൊല്ലം ജില്ലയിൽ അഞ്ചലിൽ വിളക്കുപാറയിൽ 1971 ഇദ്ദേഹത്തിന്റെ ജനനം. സൗണ്ട് എഞ്ചിനീയറായി ഇദ്ദേഹം ഓസ്കാർ ലഭിച്ചത് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നിർമ്മിച്ച ബ്രിട്ടീഷ് ചിത്രമായ സ്ലം മില്യൺ എന്ന സിനിമയിലാണ്. അത് ആ സിനിമ എപ്പോഴാണ് അറിയുന്നത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോട്ടോ. അപ്പൊ ഇദ്ദേഹത്തിന് ഒരുപാട് പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഒരു മലയാളിക്ക്, അതിനൊപ്പം ഒരു ഇന്ത്യക്ക്, ഈ ലോകത്ത് അറിയപ്പെടുന്ന ഒരുപാട് പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഒന്ന് ബ്രിട്ടനിലെ ബാഫ്ത അവാർഡ്, 2 അമേരിക്കയുടെ സിനിമ ഓഡിറ്റീവ് സൊസൈറ്റി അവാർഡ്, പിന്നെ നമ്മുടെ ഇന്ത്യയിലെ പത്മശ്രീ പുരസ്കാരം തുടങ്ങിയ നിരവധി ഇന്റർനാഷണൽ അതുപോലെ തന്നെ നാഷണൽ ആയിട്ട് ഒരുപാട് അവാർഡുകൾ കിട്ടിയ ഒരു വ്യക്തിയാണ് റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ശബ്ദശ്രവണവുമായി ബന്ധപ്പെട്ട അഭിനയ സംവിധാനമാണ്. ന്യൂയോർക്കിലെ റോച്ചസ്റ്റർ അക്രഡിറ്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അദ്ദേഹത്തിന് വിശിഷ്ട എഞ്ചിനീയർ എന്ന പദവി നൽകി ആദരിച്ചു. ഏത് സ്ഥാപനമാണ്, എന്താണ് കൊടുത്തത്, ഇതൊക്കെ അവിടെ ചോദ്യങ്ങളായിട്ടുണ്ട്. ഒന്ന്, ന്യൂയോർക്കിലെ റോച്ചസ്റ്റർ അക്രഡിറ്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അദ്ദേഹത്തിന് എന്തായി കൊടുത്തു, വിശിഷ്ട എഞ്ചിനീയർ എന്ന പദവി കൊടുത്തു. അപ്പൊ ആരാണ് ഈ റസൂൽ പൂക്കുട്ടി? ആരാണ്? കേരളത്തിലെ കൊല്ലം ജില്ലയിൽ അഞ്ചലിൽ ജനിച്ച 1971 ജനിച്ചു. അദ്ദേഹം ഒരു സൗണ്ട് എഞ്ചിനീയർ ആയിരുന്നു. അങ്ങനെ ആൾക്ക് എന്ത് കിട്ടി? ബ്രിട്ടനിലെ ബാഫ്ത അവാർഡ് കിട്ടി, പത്മശ്രീ കിട്ടി, അതുപോലെ തന്നെ അമേരിക്കൻ സിനിമ ഓഡിയോ സൊസൈറ്റി അവാർഡ് കിട്ടി. ഇന്റർനാഷണൽ തലത്തിലും നാഷണൽ തലത്തിലും അദ്ദേഹത്തിന് ഒരുപാട് പുരസ്കാരം കിട്ടി. രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും അഭിമാനമായി തീർന്നു. ഇനി അക്കാദമി ഓഫ് ദി മോഷൻ പിക്ചേഴ്സ് ആൻഡ് സയൻസ് ശബ്ദവേളയിൽ അവാർഡ് കമ്മിറ്റിയിൽ അംഗമാകുന്ന ആദ്യ ഏഷ്യക്കാരനാണ് റസൂൽ പൂക്കുട്ടി. ഇത് നല്ല രീതിക്ക് തന്നെ നോക്കിക്കോട്ടോ. അവാർഡ് കമ്മിറ്റികൾ അംഗമാകുന്ന ആദ്യത്തെ ഏഷ്യക്കാരൻ ആരാണ്? റസൂൽ പൂക്കുട്ടി. അപ്പൊ അക്കാദമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആൻഡ് സയൻസ് ശബ്ദമിശ്രണത്തിലെ അവാർഡ് കമ്മിറ്റിയിൽ അംഗമാകുന്ന ആദ്യ ഇന്ത്യക്കാരനോ അല്ലെങ്കിൽ ആദ്യ കേരളക്കാരനോ അല്ല, ആദ്യ ഏഷ്യക്കാരനാണ് ആര്? റസൂൽ പൂക്കുട്ടി. അപ്പൊ ഏകദേശം നമ്മൾ ഈ ഒരു പാഠം ഇതിങ്ങനെ അവസാനിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ചാപ്റ്റർ പഠിച്ച് പിന്നെ പതുക്കെ റാങ്ക് ഫയലിലേക്കൊക്കെ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് ഭംഗിയാക്കുക. ഇനി അതല്ല, മുമ്പ് പഠിച്ചവരാണെങ്കിൽ അവർക്ക് ഈ ഒരു ചാപ്റ്റർ ഒന്നും വലിയൊരു ചാപ്റ്റർ ആയിട്ട് തോന്നുന്നില്ല, ഒന്നുകൂടി ഓർത്തെടുക്കാൻ പറ്റും എന്ന രീതിയിലാണ്. അപ്പൊ ഇത്ര നേരം അല്ല സഹിച്ചിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇനിയിപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അപ്പോഴും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ മറ്റു കൂട്ടുകാരികൾക്കൊക്കെ നിങ്ങൾ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇത് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനോടൊപ്പം തന്നെ അതിൻ്റെ ഒപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിലോ
ഇതുപോലത്തുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും, നിങ്ങൾക്ക് മാർക്ക് കിട്ടുകയും ചെയ്യും. അവസാനം എന്ത് ചെയ്യും? അഡ്വൈസ് വരും, അപ്പോയിന്റ്മെന്റ് ലെറ്റർ വരും ചെയ്യും. അത് നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് കാണാം.